ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ ലാൻഡ് ഓഫ് വാരിയേഴ്സ് എന്ന സീരീസിന്റെ 15ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ ആപ്പ് വഴിയാണ് കാണുന്നതെങ്കിൽ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ആപ്പിനെ പറ്റി അറിയാത്തവർ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ മതി. വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ആപ്പും അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് സോൾ റിംഗ് കൺവേർഷനിൽ വിജയിച്ച വൂവിനെ ടാങ്സൺ അഭിനന്ദിക്കുന്നതാണ്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിലെ തന്നെ വൂ അതിൽ നിന്നെല്ലാം പുറത്തു കടക്കുന്നതായിട്ട് കാണിക്കുന്നു. വൂവിനെ കണ്ടു കഴിയുമ്പോൾ എർമിങ് ഒരുപാട് സന്തോഷത്തോടെ തുള്ളിച്ചാടുന്നുണ്ട്. വൂ അതിൽ വിജയിച്ചേ അങ്ങനെയൊക്കെ അവൻ പറയുന്നു. എങ്കിലും ഇപ്രാവശ്യം അവരെ എല്ലാവരെയും ഒന്ന് പേടിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. വൂ ആകട്ടെ ഇപ്പോൾ സോൾ റിംഗ് നോക്കി കഴിയുമ്പോൾ 5ാമത്തെ സോൾ റിംഗ് കൂടി വന്നിരിക്കുന്നതായിട്ട് കാണുകയും അവൾ ഒരുപാട് സന്തോഷവതിയാവുകയും ചെയ്യുന്നു. അതിനുശേഷം അവരോട് അവരെ ടെൻഷൻ അടിപ്പിച്ചതിൽ ക്ഷമാപണം നടത്തുന്നു. എർമിങ് അപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങളെപ്പോലെ തന്നെ മറ്റൊരാളും കൂടി ഒരുപാട് ടെൻഷൻ അടിച്ചിരുന്നു. അവന്റെ സഹായത്തോടു കൂടിയാണ് നീ പുറത്തേക്ക് വന്നത്. അവന്റെ ബ്ലൂ സിൽവർ പ്ലാന്റ് ആണ് ഇവിടെ കാണുന്നത്. അവൻ ശരിക്കും കഴിവുള്ളവൻ തന്നെയാണ്. വൂ അതെല്ലാം കേട്ട് ഹാപ്പി ആകുന്നുണ്ട്. അവൾ പറയുകയാണ്, ശരിയാണ്, ടാങ്സൺ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ആ സ്വപ്നത്തിൽ ഞാൻ ട്രാപ്പ് ആയി പോയാനെ. എന്നാൽ ഡാമിങ് പറയുകയാണ്, അവന് നിന്നെ അത്രയ്ക്കൊന്നും സഹായിക്കാൻ സാധിക്കില്ല. നീ തന്നെ വിചാരിച്ചാൽ മാത്രമേ അതിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുകയുള്ളായിരുന്നു. എർമിങ് അത് കേട്ട് പറയുകയാണ്, പുറമെ ടാങ്സാനോട് ഇങ്ങനെയാണെങ്കിലും ഡാമിങ്ങിന്റെ ഉള്ളിൽ ടാങ്സാനോട് സ്നേഹമുണ്ട്. അപ്പോഴാണ് കുറെ സോൾ ബീസ്റ്റുകളുടെ അലർച്ച അവർ കേൾക്കുന്നത്. അത് മാർഷൽ സോൾ ഹാളിന്റെ പണിയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. വൂവിന് അത് ഓർത്തു കഴിയുമ്പോൾ തന്നെ ശരിക്കും ദേഷ്യമാകുന്നു. ആദ്യത്തെ തിരിച്ചടി കിട്ടിയപ്പോൾ കുറച്ചു നാളത്തേക്ക് അവരുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസും ഉണ്ടാകാതിരുന്നതാണ്. ഇപ്പോൾ ഇത് വീണ്ടും തുടങ്ങിയിരിക്കുന്നു. അവർ എനിക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്, പക്ഷെ അതുമൂലം വലിയ പ്രശ്നങ്ങളാണ് അവർ ഉണ്ടാക്കാൻ പോകുന്നത്. മറ്റൊരു ബീസ്റ്റ് ഹോർഡെ കൂടി ഉണ്ടാവുകയാണെങ്കിൽ അത് ഈ ഫോറസ്റ്റിന് താങ്ങാനാകില്ല. ബീസ്റ്റ് ഹോർഡെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് സോൾ ബീസ്റ്റുകളുടെ ആക്രമണത്തെയാണ്. മതമിളകിയ ആന എന്തായിരിക്കും ചെയ്യുക? കണ്ണി കണ്ടതെല്ലാം നശിപ്പിക്കില്ലേ? അതേപോലെ തന്നെയായിരിക്കും അവ. അത് നടക്കാൻ പാടില്ല എന്ന് വൂ പറയുന്നു. എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കണമെന്ന് അവൾ ആലോചിക്കുന്നു. പിന്നെ കാണിക്കുന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ലെവൽ 60 ആക്കുന്നതിന് വേണ്ടി ഒരുപാട് കഠിന പ്രയത്നം ചെയ്യുന്ന ഷോക്കിങ്ങിനെയും മുബായിയെയുമാണ്. അവരുടെ അന്നേ ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞിരുന്നു. ട്രെയിൻ ചെയ്യിപ്പിക്കുന്നവർ അവരോട് റെസ്റ്റ് എടുത്തോളം പറഞ്ഞിരുന്നു. ഷോക്കിങ് ഇതേ സമയമായിരുന്നു മുബായിയുടെ കയ്യിലെ മുറിവുകൾ കണ്ടത്. അത് വെച്ച് കെട്ടുന്ന സമയത്ത് മുബായി പറയുകയാണ്, ഇവിടെ ടാങ്സാനും നമ്മുടെ മറ്റുള്ള ഫ്രണ്ട്സും ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ, നിഷ്പ്രയാസം അവരെയെല്ലാം നമുക്ക് കീഴടക്കാമായിരുന്നു. അപ്പോൾ ആ മുറിവ് അവൻ വേദനിക്കുന്ന രീതിയിലൊന്നും മുറുകെ കെട്ടിയിട്ട് ഷോക്കിങ് പറയുകയാണ്, ട്രെയിനിങ്ങിന്റെ സമയത്തും മറ്റുള്ളവരുടെ സഹായം വേണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അവരിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സാമ്രാജ്യത്തിന് നല്ല സപ്പോർട്ട് ആയിരുന്നാനെ. എന്തായാലും പോട്ടെ, ഞാൻ ഇവിടുത്തെ ചക്രവർത്തി ആകട്ടെ, ശേഷം ഞാൻ തന്നെ അവരോട് ഇങ്ങോട്ട് വരാൻ പറയും. ഷോക്കിങ് അതെല്ലാം കേട്ടിട്ട് പറയുകയാണ്, അതിനൊക്കെ എത്ര വർഷങ്ങൾ കിടക്കുന്നു, നമുക്ക് ഇപ്പോൾ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പോഴേക്കും ഒരു അംഗരക്ഷകൻ അങ്ങോട്ട് വന്നിട്ട് ഒരു വ്യക്തി അതിക്രമിച്ച് കയറുന്നു എന്ന് പറയുന്നു. മുബായിയും ഷൂക്കിയും അപ്പോൾ പറയുന്നുണ്ട്, അതിനെന്തിനാണ് അക്കാര്യം ഞങ്ങളോട് വന്ന് പറയുന്നത്? ഞങ്ങൾ ഇവിടെ ട്രെയിൻ ചെയ്യുന്നത് കണ്ടില്ലേ? അതല്ല, ആ വ്യക്തി അങ്ങയുടെ ഫ്രണ്ട് ആണ് എന്നാണ് പറയുന്നത്. എടുത്തു ചാടി ഞങ്ങൾ മണ്ടത്തരമൊന്നും കാണിക്കണ്ട എന്ന് കരുതി. അപ്പോഴേക്കും കുറച്ച് അംഗരക്ഷകർ ആ വ്യക്തിയെ തൂക്കിക്കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അത് വേറെ ആരും ആയിരുന്നില്ല, മാഹുംജുൻ ആയിരുന്നു. ശേഷം അവർ അവന് നല്ല രീതിയിൽ ഭക്ഷണം ഒക്കെ കൊടുത്ത് ട്രീറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ പറയുന്നുണ്ട്, അക്കാദമിയിൽ നിന്ന് പോയതിനു ശേഷം ഇത്രയ്ക്ക് നല്ല ഭക്ഷണം ഞാൻ കഴിച്ചിട്ടേ ഇല്ല. മുബായി അപ്പോൾ ചോദിക്കുകയാണ്, നിന്റെ ഈ തീറ്റ കാരണമാണോ നിന്നെ അക്കാദമിയിൽ നിന്ന് പുറത്താക്കിയത്? ഷോക്കിങ് പറയുകയാണ്, അത് ശരിയായിരിക്കാം, പക്ഷെ അതുകൊണ്ടായിരിക്കില്ല അവനെ പുറത്താക്കിയത്. ജൂനിയേഴ്സിന് വല്ല ദുർമാതൃകയായി കാണും. അതെല്ലാം കേട്ട് മാഹോങ്ജുൻ പറയുകയാണ്, നിങ്ങൾക്ക് എന്തറിയാം? മൈറ്റി ഫീനിങ്സ് ആയിട്ടുള്ള ഞാൻ ലോകം ചുറ്റി സഞ്ചരിച്ച് കാണാൻ ആഗ്രഹിച്ചു, മറ്റുള്ളവരെ സഹായിക്കാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഞാൻ അക്കാദമി വിട്ടുപോയത്. അപ്പോൾ അവനെ കളിയാക്കുന്ന രീതിയിൽ മുബായി ചോദിക്കുകയാണ്, എന്നിട്ട് ആ മൈറ്റി ഫീനിക്സിന് ഞങ്ങളുടെ ഗാർഡ് എന്താണ് ചെയ്തത്? അത് ഞാൻ നിങ്ങളുടെ സാമ്രാജ്യത്തിന്റെ പേര് കളയണ്ട എന്നോർത്ത് അവരെ ഒന്നും ചെയ്യാതിരുന്നതല്ലേ? ഷോക്കിങ് പറയുകയാണ്, ഇവിടെ നിയമങ്ങളുണ്ട്. നീ അവരെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അതിന്റെ പേരിൽ നീ ജയിലിലായാനെ. പിന്നെ ഞങ്ങൾക്ക് പോലും ഒന്നും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. ഇവിടുത്തെ നിയമങ്ങളൊക്കെ കർശനമാണ്. അത് കേട്ട് മാഹോജുൻ അല്പം ദേഷ്യത്തോടെ പറയുകയാണ്, നിങ്ങൾ അക്കാദമിയിൽ നിന്ന് വന്നിട്ട് ആകെ മാറിപ്പോയി. ഞാൻ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ അവന്റെ തോളിൽ പിടിച്ചു നിർത്തിയിട്ട് മുബായി പറയുകയാണ്, ഇത്രയും ആർഭാടമായിട്ടുള്ള ഭക്ഷണം ഫ്രീ ആയിട്ട് കഴിച്ചതല്ലേ? അതുകൊണ്ട് 1 മാസത്തോളം എന്റെ സേവകനായിട്ട് നിന്നിട്ട് അതിന്റെ കടമൊക്കെ വീട്ടിയിട്ട് പോയാൽ മതി. മാഹോങ്ജുൻ അപ്പോൾ പറയുകയാണ്, നിങ്ങൾക്ക് എന്തറിയാം? ഈ ഭക്ഷണത്തെക്കാളും ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ കണ്ടുപിടിച്ചത്. അത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. എന്റെ ജീവൻ പോലും പണയപ്പെടുത്തിയാണ് ഞാൻ ആ രഹസ്യം കണ്ടുപിടിച്ചത്. ഈ സിറ്റിയിൽ ഗ്രാൻഡ് ക്രിസന്തും മാസ്റ്റർ വന്നിരുന്നു. അത് കേട്ട് അവർ ചോദിക്കുകയാണ്, ഇത് സത്യമാണോ? എവിടെ നിന്നാണ് നീ ഇതറിഞ്ഞത്? അത് കേട്ട് കഴിയുമ്പോൾ മാഹോങ്ജുൻ വലിയ വെയിറ്റ് ഇട്ടാണ് ഇരിക്കുന്നത്. അവനൊന്നും പറയാതെ അങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ ഷോക്കിങ്ങിന് കാര്യം മനസ്സിലാകുന്നുണ്ട്. മുബായിയോട് അവന് വൈൻ ഒഴിച്ചു കൊടുക്കാൻ പറയുന്നു. അതായത് തന്നെ നല്ല രീതിയിൽ അവരൊന്ന് സേവിക്കണം.
അതാണ് അവൻ ഉദ്ദേശിച്ചത്. അതിനുശേഷം താൻ കണ്ടെത്തിയ ആ കാര്യം മാ ഹോങ് ജൂൺ പറയുകയാണ്. ആ സിറ്റിയിൽ തന്നെ ഒരുപാട് സ്കിൽഡ് ആയിട്ടുള്ള സോൾ മാസ്റ്റേഴ്സിനെ മാർഷൽ സോൾ ഹാള് ഹയർ ചെയ്യുന്നുണ്ടായിരുന്നു. ആ നോട്ടീസ് കണ്ട് മാ ഹോങ് ജൂണും അവിടെ എത്തി. അവരെ റിക്രൂട്ട് ചെയ്യുന്ന സ്ത്രീയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാമെന്ന് മാ ഹോങ് ജൂൺ കരുതി. പക്ഷെ അവരിൽ നിന്ന് ഒരു ഇൻഫർമേഷനും മാ ഹോങ് ജൂണിന് കിട്ടിയില്ല. അവനോട് ദേഷ്യത്തോടെ വായ മൂടിയിരിക്കാനാണ് ആ സ്ത്രീ പറഞ്ഞത്. അപ്പോഴാണ് മാർഷൽ സോൾ ഹാളിലെ മറ്റൊരു വ്യക്തിയുടെ കൂടെ ക്രിസന്തും അവിടെ എത്തുന്നത്. ക്രിസന്തുവിനെ കാണുമ്പോൾ പേപ്പർ കൊണ്ട് മാ ഹോങ് ജൂൺ മുഖം മറക്കുന്നുണ്ട്. അവരെ റിക്രൂട്ട് ചെയ്യുന്ന സ്ത്രീ ആകട്ടെ ഇങ്ങനെ പറയുന്നതായിട്ട് നമുക്ക് കേൾക്കാം. നിങ്ങൾ ആരാണോ, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണോ എന്നൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. കടുത്ത ട്രെയിനിങ്ങിലൂടെ ആയിരിക്കും ഇനി നിങ്ങൾ കടന്നു പോവുക. മരിക്കുന്നതുവരെയും ബിബി ഡോങ്ങിന് വേണ്ടി പോരാടുക. അതായിരുന്നു അവരുടെ മുദ്രാവാക്യം. ക്രിസന്തും ആകട്ടെ അതിനുശേഷം അകത്തേക്ക് കയറുന്നു. മാ ഹോങ് ജൂൺ അപ്പോൾ ഇയാൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ആലോചിക്കുന്നു. അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കഴിച്ച ഭക്ഷണം ശരിയായില്ല, എനിക്ക് വയറു വേദനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആകുന്നു. അതിനുശേഷം ക്രിസന്തുവിന് ടീ കൊടുക്കാൻ വന്ന വ്യക്തിയെ അടിച്ചു വീഴ്ത്തിയിട്ട് അതുമായിട്ട് മാ ഹോങ് ജൂൺ ആണ് അകത്തേക്ക് കയറിയത്. അവിടെ മാർഷൽ സോൾ ഹാളിലുള്ള വ്യക്തി ക്രിസന്തുവിനോട് ചോദിക്കുകയാണ്, ഇത്ര പെട്ടെന്ന് അത് ചെയ്യണോ? ക്രിസന്തും പറയുകയാണ്, പെട്ടെന്നോ? വർഷങ്ങളായിട്ട് ബിബി ഡോങ് പ്ലാൻ ചെയ്ത കാര്യമല്ലേ ഇത്. ഞാൻ നിങ്ങൾക്ക് നൽകിയ ആയുധങ്ങൾ ഉടനെ തന്നെ അവർക്ക് കൊടുക്കാൻ നോക്കൂ. അപ്പോഴേക്കും ടീയുമായിട്ട് മാ ഹോങ് ജൂൺ അങ്ങോട്ട് വരുന്നു. മാ ഹോങ് ജൂണിനെ കാണുമ്പോൾ തന്നെ അവൻ സ്കിൽഡ് ആയിട്ടുള്ള വ്യക്തിയാണെന്ന് ക്രിസന്തുവിന് മനസ്സിലാകുന്നുണ്ട്. അതിനുശേഷം ഇങ്ങനെ കുമ്പിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവനോട് മുഖം കാണിക്കാൻ പറയുന്നു. അത്രയും നേരം ക്രിസന്തും തന്റെ മുഖം കാണാതിരിക്കാൻ അവൻ കുമ്പിട്ടിരിക്കുകയായിരുന്നു. മുഖം കാണിക്കാൻ പറഞ്ഞപ്പോൾ ശരിക്കും പെട്ടുപോയ അവസ്ഥയിലായിരുന്നു അവൻ. പക്ഷെ പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി മുഖം വികൃതമാക്കിയിട്ടാണ് അവൻ ക്രിസന്തുവിനെ നോക്കുന്നത്. അത് കണ്ട് ശരിക്കും എനിക്ക് ചിരി വന്നിരുന്നു. ക്രിസന്തുമാകട്ടെ കുടിച്ച ചായ തുപ്പിയും പോകുന്നു. അത് കണ്ട് മാ ഹോങ് ജൂൺ പറയുകയാണ്, ചെറുപ്പത്തിൽ കുട്ടികൾ എന്നെ ഒരുപാട് കളിയാക്കുമായിരുന്നു. അവരാണ് ഇടിച്ച് എന്റെ മുഖം ഇതേ പരുവമാക്കിയത്. പക്ഷെ മാർഷൽ സോൾ ഹാൾ അതൊന്നും പരിഗണിക്കാതെ എന്നെ ചേർത്തു. അപ്പോൾ മറ്റേ വ്യക്തി മാ ഹോങ് ജൂണിനോട് അവിടുന്ന് പോകാൻ പറയുന്നു. നേരത്തെ അവർ സംസാരിച്ച ആയുധങ്ങളെ പറ്റിയൊക്കെ മാ ഹോങ് ജൂൺ കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി നോക്കുമ്പോൾ കുറെ ആളുകൾ ആയുധം വെച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ ഉള്ളിൽ കയറി ഇറങ്ങുന്നതായിട്ട് അവൻ കാണുന്നു. അവൻ ഒട്ടും വൈകിച്ചില്ല. രഹസ്യമായിട്ട് അവിടെ എത്തിച്ചേർന്ന അവന്റെ തീയുടെ ശക്തി ഉപയോഗിച്ച് ആ സ്ഥലമെല്ലാം കത്തിച്ച് അവൻ നശിപ്പിക്കുകയായിരുന്നു. അതെല്ലാം കേട്ട് മുബായിയും ഷൂക്കിങ്ങും ഒക്കെ വലിയ കാര്യമാണ് നീ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് അവനെ അഭിനന്ദിക്കുന്നുണ്ട്. അവന് നല്ല പുരോഗമനമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മാ ഹോങ് ജൂൺ പറയുകയാണ്, വെറുതെയാണോ ഞാൻ ലോകം ചുറ്റി സഞ്ചരിച്ചത്, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഷൂക്കിങ് ഇതേ സമയം പറയുന്നുണ്ട്, സോൾ മാസ്റ്റേഴ്സിന്റെ ഒരു ആർമിയെ തന്നെയാണ് മാർഷൽ സോൾ ഹാൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് മാത്രമല്ല കുറെ സോൾ മാസ്റ്റേഴ്സ് മിസ്സിംഗ് ആകുന്നുമുണ്ട്. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണോ? മുബായി പറയുകയാണ്, ഒന്നിനും നമുക്ക് ഇതുവരെയും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം പറയാറായിട്ടില്ല. ശേഷം ഇതെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിന് മാ ഹോങ് ജൂണിന്റെ സഹായം വേണമെന്ന് പറയുന്നു. അതിനുവേണ്ടി അവന് ഒരുപാട് ഭക്ഷണവും അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മുഖം കാണിക്കാത്ത ഒരു സ്ത്രീ ബിബി ഡോങ്ങിനെ വിസിറ്റ് ചെയ്യുന്നതാണ്. ആ സ്ത്രീ പറയുകയാണ്, നിങ്ങൾ രഹസ്യമായിട്ട് സോൾ മാസ്റ്റേഴ്സിനെ ഹയർ ചെയ്യുന്നു. എല്ലാ കോണ്ടിനെന്റിലുമുള്ള മാർഷൽ സോൾ ഹാളിന്റെ പ്രതിനിധികളെ വിളിച്ചു കൂട്ടാൻ പ്ലാൻ ചെയ്യുന്നു. ഇതെല്ലാം മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേൽ സംശയം ഉണർത്തും. സാമ്രാജ്യങ്ങളെ നിങ്ങൾ ഒരിക്കലും ചെറുതായിട്ട് കാണരുത്. കുറഞ്ഞ പക്ഷം നിങ്ങളുടെ പ്ലാൻ എന്താണെന്നെങ്കിലും എന്നോട് പറയുന്നത് നല്ലതായിരിക്കും. അപ്പോ ബിബി ഡോങ് പറയുന്ന ഒരു കാര്യം ഓർത്തു വെക്കണം. ബിബി ഡോങ് പറയുകയാണ്, നിന്നെ തിയാൻഡോ സാമ്രാജ്യത്തിലെ രാജകുടുംബത്തിലെ കാര്യങ്ങൾ നോക്കാനാണ് നിയോഗിച്ചിരിക്കുന്നത്. നീ ആ കാര്യം മാത്രം നോക്കിയാൽ മതി. അതായത് അസുഖം ബാധിച്ചു കിടക്കുന്ന ചക്രവർത്തി ഉണ്ടല്ലോ, ആ ചക്രവർത്തിയുടെ രാജകുടുംബത്തിൽ തന്നെയാണ് പരാമർശിച്ചത്. മിക്കവാറും ആ ചക്രവർത്തിയുടെ ശരീരത്തിൽ വിഷം എത്തിക്കുന്നത് ഈ സ്ത്രീ തന്നെ ആയിരിക്കണം. എന്നിട്ടും അതെല്ലാം കേട്ടിട്ടും ആ സ്ത്രീ പറയുകയാണ്, ചക്രവർത്തി ഉടനെ തന്നെ മരിക്കും, നിങ്ങൾക്ക് കുറച്ച് കാത്തിരുന്നൂടെ. ബിബി ഡോങ് അത് കേട്ട് ദേഷ്യത്തോടെ ആ സ്ത്രീയെ ആക്രമിക്കുകയാണ്. എന്നാൽ വിദഗ്ധമായിട്ട് ആ സ്ത്രീ അത് തടയുന്നുണ്ട്. ബിബി ഡോങ് പറയുകയാണ്, നിന്റെ സോൾ പവർ വർദ്ധിച്ചിട്ടുണ്ടല്ലോ, പക്ഷേ അതിന്റെ അർത്ഥം നിനക്കെന്നെ ചലഞ്ച് ചെയ്യാമെന്നല്ല. നീ തിയാൻഡോ സാമ്രാജ്യത്തിലെ രാജകൊട്ടാരത്തിലെ കാര്യം മാത്രം അന്വേഷിച്ചാൽ മതി. ഇങ്ങോട്ട് വിളിച്ചാലല്ലാതെ നീ വരേണ്ട ആവശ്യമില്ല. വേറെ നിവൃത്തിയില്ലാതെ ആ സ്ത്രീ അവിടുന്ന് പോകുന്നു. പിന്നെ കാണിക്കുന്നത് ടാങ്സാനെയാണ്. മാപ്പ് ഫോളോ ചെയ്ത് അവൻ ഒരു വില്ലേജിലെത്തി. പക്ഷേ അതും കഴിഞ്ഞ് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അവൻ ഒരു പിടുത്തവും കിട്ടുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് കുട്ടികളോട് അതിനെപ്പറ്റി അവൻ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഹോത്തിയാൻ സെക്ട് എന്ന് അവർ കേട്ടിട്ട് പോലുമില്ല. അതിന് വഴിയില്ലല്ലോ, ഈ മാപ്പ് കൃത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ആ മാപ്പും കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ വിദഗ്ധമായിട്ട് കുട്ടികൾ ആ മാപ്പ് തട്ടിപ്പറിച്ച് വാങ്ങി ഓടിക്കളയുന്നു. ആ കുട്ടികൾ അതിനുശേഷം അവനെ ഒരുപാട് കളിയാക്കുന്നുമുണ്ട്. ടാങ്സാൻ ആകട്ടെ കുട്ടികളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു ട്രാപ്പിൽ വീഴുന്നു. അതും കുട്ടികളുടെ ഒരു പ്ലാൻ ആയിരുന്നു. പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും അവരോട് വലിയ രീതിയിലൊന്നും ടാങ്സാൻ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നില്ല. പിന്നെ കാണിക്കുന്നത് വൂവിനെയാണ്. ബീസ്റ്റ് ഹോർഡ് ഉണ്ടാകാതിരിക്കാനുള്ള ഒരു പ്ലാനിനെ പറ്റിയാണ് വൂ സംസാരിക്കുന്നത്. സോൾ മാസ്റ്റേഴ്സ് അങ്ങോട്ട് വരുമ്പോൾ സോൾ ബീസ്റ്റുകൾക്ക് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടുള്ള ഒരു മെത്തേഡ് ആയിരുന്നു അത്. അത് കേട്ട് ഡാമിങ് പറയുകയാണ്, ഈ പ്ലാനുകളെല്ലാം ആവിഷ്കരിച്ചിട്ട് നീ ഇവിടുന്ന് പോകാൻ പോവുകയാണോ? എർമിങ് പറയുകയാണ്, ഈ കാട് ഇപ്പോൾ വലിയ അപകടത്തിലാണ്. അത് മാത്രമല്ല എപ്പോ നോക്കിയാലും ടാങ്സാൻ
ടാങ്സാനെ കുറിച്ച് മാത്രമേ വു സംസാരിക്കുന്നുള്ളൂ. വു ഇപ്പോൾ മെച്യൂർ ഫേസും കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ടാങ്സാനുമായിട്ട് അവൾ ഒന്നു ചേരുന്നതാണ് നല്ലത്. വു പറയുകയാണ്, ഇല്ല, ഞാൻ കാരണമാണ് ഈ കാടിന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഈ കാടിനെ സംരക്ഷിക്കുക എന്നത് എന്റെ ഉത്തരവാദിത്തമാണ്. ഡാമിങ്, അപ്പോൾ നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അതിന് ആദ്യമേ മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെന്നാണ് വു പറയുന്നത്. എർമിങ്ങും കൂടെ വരാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ എർമിങ് കൂടെ വന്നാൽ മറ്റുള്ള സോൾ ബീസ്റ്റുകളെല്ലാം ഭയക്കുമെന്ന് പറഞ്ഞ് വു അതിന് സമ്മതിച്ചില്ല. ഡാമിങ് അപ്പോൾ പോകുന്നതിന് മുമ്പ് വളരെ കെയർഫുൾ ആയിരിക്കണം, എന്തെങ്കിലും അപകടം ഉണ്ടാവുകയാണെങ്കിൽ സിഗ്നൽ തരണം എന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം അതെല്ലാം സമ്മതിച്ച് വു ഉടനെ ടെലിപ്പോർട്ട് ചെയ്തു പോകുന്നു. പിന്നെ കാണിക്കുന്നത് ടാങ്സാനെയാണ്. നേരത്തെ പോയ കുട്ടികൾ കുറച്ച് ചെറുപ്പക്കാരുമായിട്ട് അവിടെ എത്തിയിരുന്നു. കുട്ടികൾ ആ മാപ്പ് ചെറുപ്പക്കാർക്ക് കൊടുത്തിരുന്നു. അവരിൽ ഒരു വ്യക്തി ടാങ്സാനോട് ചോദിക്കുകയാണ്, ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി? നീ ആരാണ്? പുറം ലോകത്ത് നിന്നുള്ളവരെ ഞങ്ങൾ ഇവിടെ പ്രവേശിപ്പിക്കാറില്ല. ടാങ്സാൻ പറയുകയാണ്, ഞാൻ അതിന് പുറം ലോകത്ത് നിന്നുള്ളതല്ല, അത് തെളിയിക്കാൻ ഇത് മതിയോ എന്ന് പറഞ്ഞുകൊണ്ട് ടാങ്സാൻ അവന്റെ ഹാമറിന്റെ മാർഷൽ സോള് കാണിച്ചു കൊടുക്കുന്നു. അത് കണ്ടപ്പോഴേ അവൻ അവരുടെ സെക്റ്റിൽ നിന്നുള്ളതാണെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് എങ്കിലും അവന്റെ മുഖംമൂടി ഊരാൻ പറയുന്നു. അത് മാത്രമല്ല ഏത് കുടുംബത്തിൽ നിന്നുള്ളതാണെന്നും ചോദിക്കുന്നുണ്ട്. ടാങ്സാൻ പറയുകയാണ്, എന്റെ ആന്റി താങ് യൂഹ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് കേട്ട് കഴിയുമ്പോൾ അവൻ ടാങ്സാൻ ആണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. അതിനുശേഷം കൈ പിടിച്ച് അവനെ പുറത്ത് കടത്തുന്നുണ്ട്. ഒരു വ്യക്തി ടാങ്സാനെ ഒരുപാട് പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട്. അവന്റെ ആന്റി എപ്പോഴും അവനെ കുറിച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ എന്നൊക്കെ പറഞ്ഞ്. ടാങ്സാൻ ചെറുപ്പമായിരുന്നപ്പോഴേ ഒരുപാട് സ്കിൽഡ് ആയിരുന്നു എന്നൊക്കെയാണ് ടാങ്സാന്റെ ആന്റി അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നാൽ മറ്റൊരു വ്യക്തിക്ക് ഇതൊന്നും ഇഷ്ടമാകുന്നില്ല. നിനക്ക് സെറ്റിലേക്ക് തിരികെ വരുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിന്റെ ഫാദർ സെക്റ്റിനെ ചതിച്ചവനാണ്, അതുകൊണ്ട് തന്നെ കൈവിലം കാണിഞ്ഞുകൊണ്ടേ നിനക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കുകയുള്ളൂ. കൂളായിട്ട് ടാങ്സാൻ അതിന് സമ്മതം മൂളുകയും ചെയ്യുന്നു. ശേഷം ആ വ്യക്തി ഓടിപ്പോവുകയും ടാങ്സാനോട് അവനെ ഫോളോ ചെയ്യാൻ പറയുകയും ചെയ്യുന്നു. വളരെ വേഗത്തിലായിരുന്നു ആ വ്യക്തി ഓടിപ്പോയത്. അതിലും വേഗത്തിലായിരുന്നു ടാങ്സാൻ ഓടിയത്. അത് കണ്ട് മറ്റു രണ്ടുപേരും പറയുന്നുണ്ട്, തീർച്ചയായും ഇവൻ ടാങ്സാൻ തന്നെ ആയിരിക്കുമെന്ന്. അതിനുശേഷം മലകളാണ് കയറുന്നത്. ടാങ്സാന്റെ ഫാദർ കയറുന്ന അതേപോലെ തന്നെയായിരുന്നു അവർ മലകൾ കയറിയിരുന്നത്. ടാങ്സാനെയും ടാങ്സാന്റെ ഫാദർ ഇതെല്ലാം പഠിപ്പിച്ചതാണല്ലോ, അതുകൊണ്ട് തന്നെ അവരുടെ ഒപ്പം തന്നെ ടാങ്സാനും കയറുന്നുണ്ട്. അതിനുശേഷമുള്ള ടാസ്ക് ചങ്ങലയുടെ രൂപത്തിലുള്ള നേർത്ത ഒരു പാലം കടന്നു പോകുന്നതായിരുന്നു. അവിടെ ഇവിടെയായിട്ട് പൊന്തിയിരിക്കുന്ന ഒരുപാട് മലകളുണ്ട്. അതിനെയെല്ലാം പരസ്പരം ബന്ധിപ്പിക്കുന്നത് ചങ്ങലയുടെ രൂപത്തിലുള്ള ഈ പാലങ്ങളായിരുന്നു. അതും വളരെ നേർത്തതായിരുന്നു. ടാങ്സാനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ച വ്യക്തിയായിരുന്നു ആദ്യം പോയത്. അതുകൊണ്ട് തന്നെ വിജയകരമായിട്ട് ആ വ്യക്തി അപ്പുറത്തെത്തുന്നു. എന്നാൽ ബാക്കിയുള്ള 3 പേർക്കും അപ്പുറത്തെത്താൻ സാധിക്കുന്നില്ല. അപ്പോഴേക്കും വലിയൊരു കിളി വന്ന് ആ പാലം തകർത്തിരുന്നു. പാലം തകർന്നത് കൊണ്ട് തന്നെ 3 പേരും കൊക്കയിലേക്ക് വീണുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു ടാങ്സാന്റെ അമ്മ കൊടുത്ത സോൾ ബോൺ ടാങ്സാനെ വായുവിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ സഹായിക്കുന്നത്. അതുപയോഗിച്ച് മറ്റുള്ള 2 പേരെയും അവൻ രക്ഷിക്കുന്നുണ്ട്. ടാങ്സാനോട് ആദ്യം ദേഷ്യപ്പെട്ട് സംസാരിച്ചിരുന്ന വ്യക്തിയുടെ ദേഷ്യം ഇതോടെ മാറി. അവർ കൊക്കയിലേക്ക് വീണ സമയത്ത് അവരെ കുറിച്ച് ആകുലപ്പെട്ടിരിക്കുകയായിരുന്നു അയാൾ. മറ്റ് 2 പേരെയും രക്ഷിച്ചതുകൊണ്ട് തന്നെ അതിനുള്ള പ്രത്യുപകാരം എന്തായാലും താൻ ചെയ്യാമെന്ന് അയാൾ പറയുന്നു. ശേഷം അയാളുടെ പേരും പറയുന്നുണ്ട്. താങ് ലോങ് എന്നായിരുന്നു അയാളുടെ പേര്. നേരത്തെ ഇയാളേലും കഴിവ് ടാങ്സാൻ ഉണ്ടെന്ന് മറ്റൊരു വ്യക്തി പറഞ്ഞിരുന്നു. അത് കേട്ടതുകൊണ്ടായിരിക്കാം നേരത്തെ ടാങ്സാനോട് ദേഷ്യത്തോടെ അയാൾ സംസാരിച്ചത്. പക്ഷേ ഇപ്പോൾ ടാങ്സാന്റെ കഴിവ് അയാൾ സമ്മതിക്കുന്നുണ്ട്. ആന്റി പറഞ്ഞത് എല്ലാം തന്നെ ശരിയായിരുന്നു എന്ന് പറയുന്നു. ടാങ്സാൻ അയാളെ ബിഗ് ബ്രദർ എന്നാണ് വിളിക്കുന്നത്. മറ്റുള്ള 2 പേരും രക്ഷിച്ചതുകൊണ്ട് തന്നെ ടാങ്സാനോട് നന്ദി പറഞ്ഞിരുന്നു. ടാങ്സാൻ അതെല്ലാം കേട്ട് പറയുകയാണ്, നമ്മൾ ഒരേ ഫാമിലി അല്ലേ, നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുശേഷം അവന്റെ കയ്യിലുണ്ടായിരുന്ന ചങ്ങലകളും പൊട്ടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം കവാടത്തിന്റെ ഫ്രണ്ടിലെത്തുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവർ ഏകാന്തവാസത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ സ്ഥലവും വിട്ടുപോയിട്ടുണ്ടാകും എന്നാണ് കരുതിയത്. പക്ഷെ ആ സ്ഥലത്ത് തന്നെയാണ്, പക്ഷേ ഏകാന്ത ജീവിതമാണ്. അതായത് പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിലുള്ള ജീവിതം. ഫാദറിനോട് എന്ന പോലെ ടാങ്സാൻ താൻ വീട്ടിലെത്തി എന്ന് പറയുന്നുണ്ട്. ലോങ് ആകട്ടെ ഇതേ സമയം ടാങ്സാനോട് പറയുകയാണ്, എന്തിനാണ് കാത്തിരിക്കുന്നത്? നിന്റെ കയ്യിലുള്ള ടോക്കൺ ഉപയോഗിച്ച് വാതിൽ തുറക്കൂ. ഡയറക്റ്റ് ആയിട്ടുള്ള ഡിസൈപ്പിൾസിന് മാത്രമേ ആ ടോക്കൺ ഉണ്ടാവുകയുള്ളൂ. ടാങ്സാന് അയാൾ ഉദ്ദേശിക്കുന്ന ടോക്കൺ എന്താണെന്ന് മനസ്സിലായില്ല. ഒരു ഊഹം വെച്ചാണ് തന്റെ കയ്യിലുണ്ടായിരുന്ന ഹാമർ അവിടെ പ്രയോഗിച്ചു നോക്കിയത്. ഭാഗ്യത്തിന് അത് അവിടെ പ്രവർത്തിച്ചു. ശേഷം അവർ അകത്ത് പ്രവേശിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ലോക്കും ആകുന്നുണ്ട്. അവരാകട്ടെ ടാങ്സാന് അതിന്റെ ഉള്ളിലുള്ള എല്ലാ സ്ഥലങ്ങളും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഒരു ഫൈറ്റ് ചെയ്യുന്ന സ്ഥലം കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുകയാണ്, ഇവിടെ നടക്കുന്ന മത്സരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരുടെയും റാങ്ക് നിശ്ചയിക്കുന്നത്. ഒരു വ്യക്തി അപ്പോൾ ടാങ്സാനോട് ലോങ്ങിന്റെ കൂടെ മത്സരിക്കാൻ പറയുന്നുണ്ട്. ലോങ് ടോപ്പ് റാങ്കിലാണെന്ന് പറയുന്നു. ടാങ്സാൻ അപ്പോൾ മറ്റൊരു ദിവസം അത് നോക്കാമെന്ന് പറയുന്നു. എന്നാൽ ലോങ് പറയുകയാണ്, എന്നെക്കാളും ടോപ്പ് റാങ്കിലുള്ളത് ഹൂ എന്ന് പേരുള്ള വ്യക്തിയാണ്, അവനോട് നീ മത്സരിക്കുമ്പോൾ സൂക്ഷിക്കണം. ടാങ്സാൻ സൂക്ഷിക്കാം എന്ന് പറയുന്നു. അതിനുശേഷം ലോങ് മറ്റു 2 പേരോടും പാലം തകർന്ന കാര്യം ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നു. അവരവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ടാങ്സാനെയും കൊണ്ട് ചീഫിന്റെ അടുത്തേക്ക് പോകുന്നു. അതായത് ടാങ്സാന്റെ ഫാദറിന്റെ സഹോദരനായിട്ടുള്ള വ്യക്തിയുടെ
അടുത്തേക്ക്. അതിനുശേഷം ഒറ്റയ്ക്കാണ് ടാങ്സാൻ അകത്തേക്ക് കയറുന്നത്. അവിടെ ടാങ്സാന്റെ ആന്റിയും ഉണ്ടായിരുന്നു. ആന്റി നല്ല രീതിയിൽ അവനെ മൈൻഡ് ചെയ്തു. അങ്കിൾ ആകട്ടെ അവന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് അപ്പോ നീയാണല്ലേ ടാങ്സാൻ എന്ന് പറഞ്ഞുകൊണ്ട് പവർഫുൾ ആയിട്ട് അയാളുടെ സോൾ പവർ ടാങ്സാന്റെ നേരെ പ്രയോഗിക്കുന്നു. ടാങ്സാൻ ഒരു വിധത്തിലാണ് പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ വലിയ രീതിയിലുള്ള അപകടമൊന്നും ഉണ്ടാകുന്നില്ല. ടാങ്സാന്റെ ആന്റി അത് കണ്ട് ഞെട്ടിയിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ അത് നിർത്തിക്കൊണ്ട് ടാങ്സാന്റെ അങ്കിൾ പറയുകയാണ്, പവർഫുൾ ആയിട്ടുള്ള എന്റെ ഒരു സോൾ പവർ ആണ് ഞാനിപ്പോൾ പ്രയോഗിച്ചത്. അതുമൂലം നിനക്ക് മുറിവുകളൊന്നും ഉണ്ടായില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ടാങ്സാൻ അപ്പോൾ ഒരുപാട് പ്രാവശ്യം ടാങ്സാന്റെ അങ്കിളിനെ വണങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് കണ്ട് ആന്റി നീ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ടാങ്സാൻ പറയുകയാണ്, ഒരു മകൻ എന്ന നിലയിൽ എന്റെ അച്ഛന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഞാൻ ഏറ്റെടുക്കുകയാണ്. അത് കേട്ട് അങ്കിൾ ആകട്ടെ ദേഷ്യത്തോടെ അവിടെ ഉണ്ടായിരുന്ന നീണ്ട കല്ലിൽ അടിക്കുന്നു. ആ ശക്തി മൂലം കല്ലുകൾ തവിടുപൊടിയാകുന്നുണ്ട്. ശേഷം ദേഷ്യത്തോടെ ടാങ്സാനോട് ചോദിക്കുന്നുണ്ട്, വെറും ഒരു കുട്ടിയായ നിനക്കത് സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ടാങ്സാൻ അപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ അതിന് ശ്രമിക്കുമെന്ന്. ടാങ്സാന്റെ അങ്കിൾ അപ്പോൾ പറയുകയാണ്, കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് തിരുത്താൻ പറ്റുന്നതല്ല. എനിക്കും നിന്റെ ആന്റിക്കും ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം. പക്ഷേ ഇവിടെയുള്ള എൽഡേഴ്സ് അതിന് സമ്മതിക്കില്ല. ടാങ്സാന്റെ ഫാദർ അങ്ങോട്ട് വരാതെ ടാങ്സാനെ അങ്ങോട്ട് വിട്ടതിൽ ടാങ്സാന്റെ അങ്കിൾ നല്ല ദേഷ്യത്തിലാണ്. പക്ഷേ സെക്റ്റിനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടാണ് ഫാദർ വരാതിരുന്നത് എന്നാണ് ടാങ്സാൻ പറഞ്ഞത്. യാതൊരു കാരണവശാലും സെക്റ്റിലുള്ള എൽഡേഴ്സ് അവന്റെ ഫാദറിന്റെ തെറ്റുകൾ ക്ഷമിക്കില്ല, അവനെ അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ ടാങ്സാൻ അവന്റെ ഫാദർ കൊടുത്തുവിട്ട സോൾ ബോണുകൾ കാണിച്ചു കൊടുക്കുകയാണ്. സെക്റ്റിന് വേണ്ടി ഇത് മാത്രമേ തനിക്ക് ചെയ്യാൻ സാധിച്ചുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫാദർ ഇത് കൊടുത്തുവിട്ടതെന്ന് പറഞ്ഞിരുന്നു. ആ സോൾ ബോൺ എങ്ങനെയാണ് എടുത്തിട്ടുണ്ടാവുക എന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടാങ്സാന്റെ ആന്റി അത് കണ്ട് കരഞ്ഞു പോകുന്നുണ്ട്. അന്തം വിട്ടു നിൽക്കുകയാണ് ടാങ്സാന്റെ അങ്കിൾ. കരയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് വിഷമം അയാളുടെ ഉള്ളിലുണ്ട്. കാരണം അത് കണ്ടു കഴിയുമ്പോൾ തന്നെ തന്റെ സഹോദരനുമായിട്ട് ഒരുമിച്ച് കളിച്ചു വളർന്ന കാര്യങ്ങളൊക്കെയാണ് അയാളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ടാങ്സാന്റെ മനസ്സിലൂടെയും ഫാദർ അത് കൊടുത്തപ്പോഴുള്ള കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട്. അത് ഇവരോട് ഷെയർ ചെയ്യുകയാണോ എന്നും അറിയില്ല. ഇത് മാത്രമേ എന്റെ അച്ഛന് ചെയ്തു തരാൻ സാധിച്ചുള്ളൂ. ഇതുമൂലം സെക്റ്റിലുള്ളവരെ അല്പമെങ്കിലും തണുപ്പിക്കാൻ സാധിക്കുമെന്നാണ് അച്ഛൻ വിശ്വസിച്ചത്. ടാങ്സാന്റെ അങ്കിൾ ആകട്ടെ അതിനുശേഷം ഇനി മുതൽ തന്നെ അങ്കിൾ എന്ന് വിളിച്ചാൽ മതി, ചീഫ് എന്ന് വിളിക്കണ്ട എന്ന് ടാങ്സാനോട് പറയുന്നുണ്ട്. ശേഷം അവന്റെ ഫാദർ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നും ചോദിക്കുന്നുണ്ട്. അച്ഛൻ ഇപ്പോൾ അമ്മയുടെ കൂടെ സൺസെറ്റ് ഫോറസ്റ്റിൽ ഉണ്ടെന്ന് ടാങ്സാൻ പറയുന്നു. ബ്ലൂ സിൽവർ പ്ലാന്റിന്റെ രൂപത്തിൽ അവന്റെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ ടാങ്സാന്റെ അങ്കിൾ പറയുകയാണ്, അവന്റെ ജീവിതം അങ്ങനെയൊക്കെ അവസാനിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റുള്ളവർ എന്തൊക്കെ തന്നെ പറഞ്ഞാലും അത് നീ കണക്കാക്കേണ്ട. നിന്റെ ഫാദർ ചെയ്തത് ഒരു കുറ്റമായിട്ട് ഞാൻ കരുതുന്നില്ല. ഒരു ഭർത്താവിന്റെ ഉത്തരവാദിത്തം മാത്രമേ നിന്റെ ഫാദർ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നിന്റെ ഫാദർ ചെയ്ത തെറ്റിനുള്ള പ്രായശ്ചിത്തമായിട്ട് നീ സെക്റ്റിന് വേണ്ടി ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം സെക്റ്റിന് വേണ്ടി നിന്റെ കഴിവിന്റെ പരമാവധി നീ ചെയ്യണം. നീയും ഈ സെക്റ്റിന്റെ ഭാഗമാണിപ്പോൾ. ശേഷം ടാങ്സാന്റെ ആന്റിയോട് പറയുകയാണ്, നാളെ തന്നെ സെക്റ്റിൽ ഇവൻ റീജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യൂ. എൽഡേഴ്സിനോട് ഇതിനെപ്പറ്റി പറയണ്ടേ എന്ന് ടാങ്സാന്റെ ആന്റി ചോദിക്കുന്നുണ്ട്. ടാങ്സാന്റെ അങ്കിൾ അപ്പോൾ ടാങ്സാനോട് പറയുകയാണ്, ശക്തിയാണ് ഹോത്തിയാൻ സെക്റ്റിൽ പ്രധാനം. അവരോട് സംസാരിക്കണമെങ്കിൽ, അവരുടെ അപ്രൂവൽ വേണമെങ്കിൽ നിന്റെ ശക്തി അവർക്ക് നീ കാണിച്ചു കൊടുക്കണം. പിന്നെ രാത്രിയിൽ ടാങ്സാന്റെ ആന്റി ടാങ്സാനോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ദൂരെ കുറെ പ്രകാശമുള്ള ഒരു മൗണ്ടൻ കാണിച്ചുകൊണ്ട് പറയുകയാണ്, മാർഷൽ സോൾ ഹാൾ മൂലം മരിച്ചുപോയ ഹോത്തിയാൻ സെക്റ്റിലെ ശിഷ്യന്മാരാണ് അവർ. ഞങ്ങൾ ഒരിക്കലും നിന്റെ ഫാദറിനെ ഉപേക്ഷിക്കില്ലായിരുന്നു. പക്ഷേ മാർഷൽ സോൾ ഹാള് അത്രമാത്രം ഞങ്ങളെ ചൂഷണം ചെയ്തിരുന്നു. പേടിച്ചിട്ട് തന്നെയായിരുന്നു നിന്റെ ഫാദറിനെ സെക്റ്റിൽ നിന്ന് പുറത്താക്കിയത്. അതിനു മുമ്പ് ഹോത്തിയാൻ സെക്റ്റ് ആയിരുന്നു സെക്റ്റുകളുടെ എല്ലാം നേതാവ്. ഇപ്പോൾ നമ്മുടെ കോണ്ടിനെന്റിലുള്ള ചെറിയ സെക്റ്റിനേക്കാളും മോശമായിട്ടുള്ള അവസ്ഥയാണ് നമ്മുടെ സെക്റ്റിന്. നിനക്ക് 4 സിംഗിൾ ആട്രിബ്യൂട്ടഡ് ട്രൈബ്സിനെ പറ്റി അറിയാമോ? അറിയാം, ഫാദർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അവരെ കുറിച്ച് ഓർത്താണ് ഫാദർ ഒരുപാട് ആകുലപ്പെടുന്നത്. സ്ട്രെങ്ത്, ഡിഫൻസ്, എജിലിറ്റി, ഡിസ്ട്രക്ഷൻ എന്നീ ട്രൈബുകളല്ലേ അതിന്റെ അണ്ടറിൽ വരുന്നത്. ഹോത്തിയാൻ സെക്റ്റിലെ ശിഷ്യന്മാരെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി മാർഷൽ സോൾ ഹാള് അവരെ ഒരുപാട് ചൂഷണം ചെയ്തിരുന്നു. അങ്ങനെ അവർ ചിതറിപ്പോയി. തീർച്ചയായും അവരെ ഞാൻ ഒന്നിപ്പിക്കും. ക്വിഞ്ചിയെക്കാളും ബിബിഡോങ് ആയിരുന്നു അവരോട് ദുഷ്ടതയോടെ പെരുമാറിയത്. ടാങ്സാന്റെ ആന്റി ആകട്ടെ നിന്റെ ഫാദർ മറ്റെന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുന്നു. ടാങ്സാൻ അപ്പോൾ അത് ആലോചിക്കുന്നതായിട്ട് കാണിക്കുന്നു. അവന്റെ ഫാദർ അവനോട് പറഞ്ഞിരുന്നു ഗ്രാൻഡ് ഫാദറിനോട് റെസ്പെക്ട് കാണിക്കണമെന്ന്. ഗ്രാൻഡ് ഫാദർ മരിച്ചുവെങ്കിലും അടക്കം ചെയ്തിരിക്കുന്ന എന്തെങ്കിലും സ്ഥലം ഉണ്ടാകുമല്ലോ. അയാള് മരിച്ച സമയത്ത് ടാങ്സാന്റെ ഫാദറിന് ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അതിനെ ടാങ്സാനെ വിട്ടിരിക്കുന്നത്. ആന്റി അപ്പോൾ പറയുന്നുണ്ട്, അതത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല, എൽഡേഴ്സ് അതിനെ സമ്മതിക്കില്ല എന്ന്. ടാങ്സാൻ അപ്പോൾ പറയുന്നുണ്ട്, എന്റെ ഫാദറിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ആന്റി പറയുകയാണ്, അത് നിന്റെ അഭിപ്രായമല്ലേ, എൽഡേഴ്സ് അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഞാനും നിന്റെ അങ്കിളും എല്ലാം നിന്റെ കൂടെയാണ്. ഞങ്ങൾക്കറിയാം നിന്റെ ഫാദറിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന്. പക്ഷേ എൽഡേഴ്സും മറ്റുള്ളവരും ഒക്കെ ചിന്തിക്കുന്നത് അങ്ങനെയല്ല. നിന്റെ ഫാദർ സെക്റ്റിനെ ഉപേക്ഷിച്ചു പോയി. അന്ന് നടന്ന യുദ്ധത്തിൽ 7th എൽഡറിന്റെ മകൻ മരിച്ചു. അതുകൊണ്ട് ഇതൊരിക്കലും എളുപ്പമായിരിക്കില്ല. ഞങ്ങൾ പറയുന്ന ഒന്നും കേൾക്കണ്ട. നാളെ നിന്റെ സേഫ്റ്റി നീ എന്തൊക്കെ വന്നാലും ഉറപ്പുവരുത്തണം.
നിർത്തണം. ടാങ്സാൻ പറയുകയാണ്, എന്തൊക്കെ തന്നെ സംഭവിച്ചാലും നാളെ എനിക്ക് പവർഫുൾ ആകാൻ സാധിക്കുമെന്ന് അവരുടെ മുമ്പിൽ ഞാൻ തെളിയിക്കും. എല്ലാവർക്കും വേണ്ടി റിവഞ്ച് ചെയ്യാനും സ്നേഹിക്കുന്നവരെ പ്രൊട്ടക്ട് ചെയ്യാനും ഹോത്തിയാൻ സെക്ടിനെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും സാധിക്കുമെന്ന് ഞാൻ നാളെ തെളിയിക്കും. പിന്നെ കാണിക്കുന്നത് അവരുടെ സിറ്റിയിലുള്ള മാർഷൽ സോൾ ഹാളിന്റെ പ്ലേസിലേക്ക് ഒളിച്ചു കയറുന്ന മാഹോങ് ജുണിനെയും മുബായിയെയും ഷൂക്കിങ്ങിനെയുമാണ്. മാഹോങ് ജുൺ പറയുകയാണ്, അവരുടെ ആയുധങ്ങൾ വെക്കുന്ന സ്ഥലം ഞാൻ കത്തിച്ചു കളഞ്ഞു. പക്ഷെ അതിന്റെ അടുത്തായിട്ട് എന്തോ മറഞ്ഞിരിക്കുന്ന മറ്റൊരു സ്ഥലം കൂടിയുണ്ട്. അവിടെയാണ് സോൾ മാസ്റ്റേഴ്സിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. അതെന്തായാലും കണ്ടുപിടിച്ചേ മതിയാകൂ എന്ന് ഷൂക്കിങ്ങും മുബായിയും പറയുന്നു. അവിടെ കുറച്ച് ഗാർഡ്സ് ഉണ്ടായിരുന്നു. അവരുടെ കണ്ണ് വെട്ടിക്കുന്നതിന് വേണ്ടി മാഹോങ് ജുൺ മുബായിയോട് ചെല്ലാൻ പറയുന്നു. എന്നാൽ മുബായിയും ഷൂക്കിങ്ങും അത് മാഹോങ് ജുണിനോട് ചെയ്യാനാണ് പറഞ്ഞത്. പിന്നെ കാണിക്കുന്നത് സ്ത്രീ വേഷത്തിൽ ഗാർഡ്സിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന മാഹോങ് ജുണിനെയാണ്. തന്റെ പ്രിയതമനെ കാണാനാണ് താൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞ് മാഹോങ് ജുൺ അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നു. പക്ഷെ ഗാർഡ്സ് എന്തൊക്കെ പറഞ്ഞിട്ടും അതിന് സമ്മതിക്കുന്നില്ല. അത് കേട്ട് മാഹോങ് ജുൺ, നിങ്ങൾ തന്നെയാണ് അവനെ റിക്രൂട്ട് ചെയ്തത്. ഇവിടെ കുറച്ച് ആളുകളോട് ഞാൻ അതിനെപ്പറ്റി ചോദിച്ചിരുന്നു. അവൻ ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് അവരും പറഞ്ഞത്. വേണമെങ്കിൽ തെളിവ് കാണിക്കാമെന്ന് പറഞ്ഞ് അതിന്റെ തെളിവ് പോലെ ഒരു പേപ്പറും കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ അവനെ തള്ളിയിട്ട് ഗാർഡ്സ് പറയുകയാണ്, നീ അന്വേഷിക്കുന്ന ആരും ഇവിടെ ഇല്ല, ഉടനെ ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്. അപ്പോൾ അവരുടെ മേത്തൊക്കെ പിടിച്ച് കരഞ്ഞ് മാഹോങ് ജുൺ പറയുകയാണ്, എന്റെ ഭർത്താവ് ഒരു രാജകുമാരിയെ പോലെയാണ് എന്നെ കാണുന്നത്. എന്റെ നേരെ ഒരു കൈവിരൽ പോലും ഉയർത്താറില്ല. അപ്പോഴാണ് നിങ്ങൾ എന്നെ തള്ളിയിട്ടിരിക്കുന്നത്. ഒരിക്കലും ക്ഷമിക്കാനാവാത്ത തെറ്റാണ് നിങ്ങൾ ചെയ്തത് എന്ന് പറഞ്ഞ് കരയുന്നത് പോലെയും അഭിനയിക്കുന്നു. അവരുടെ ശ്രദ്ധ തെറ്റിയ ഈ അവസരം മുതലെടുത്തുകൊണ്ട് മുബായിയും ഷൂക്കിങ്ങും അകത്ത് കയറിയിരുന്നു. ഇതോടെ ഈ എപ്പിസോഡും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആപ്പ് വേണ്ടവർ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഉടൻ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.